തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവിന് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് നോട്ടീസ്. ഏപ്രിൽ 27 ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് സമൻസ്. വിവരങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രൻ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ലക്ഷ്മി, ഏതെല്ലാം കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ നീക്കം? ബിനിൽ, ഇപ്പോൾ മഹേഷ് ബാബുവിനെതിരെയാണ് ഇപ്പോൾ ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നടൻ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന 2 റിയൽ എസ്റ്റേറ്റ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ്. അതായത് സുരാന ഗ്രൂപ്പ്, സായി സൂര്യ ഡെവലപ്പേഴ്സ് എന്നിവയാണ് ആ സ്ഥാപനങ്ങൾ. ഇവരുടെ പരസ്യ ചിത്രങ്ങളിൽ നടൻ മുന്നേ അഭിനയിച്ചിരുന്നു. ഇവരിൽ നിന്ന് 5.5 കോടിയും 5.9 കോടിയും 2 കമ്പനികളിൽ നിന്നുമായി പ്രതിഫലം നടൻ വാങ്ങിയിരുന്നു. വ്യാജരേഖകളിലൂടെയും രജിസ്ട്രേഷനിലൂടെയും ഉപഭോക്താക്കളെ വഞ്ചിച്ചെന്ന് ആരോപിച്ചാണ് ഇഡി ഈ കമ്പനികളിൽ റെയ്ഡ് ആരംഭിച്ചത്. ഇതിൽ തിരിമറി ബോധ്യപ്പെട്ടതോടെയാണ് അന്വേഷണം ഇപ്പോൾ നടനിലേക്കും വ്യാപിപ്പിച്ചത്. മഹേഷ് ബാബുവിനോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏപ്രിൽ 27 ഞായറാഴ്ചയാണ് അന്വേഷണത്തിന് വേണ്ടി ഇപ്പോൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. നിയമപ്രകാരമുള്ള പരിധിയെ മറികടന്ന് വലിയ തുക പണമായി സ്വീകരിച്ചതിനാണ് ഇഡിയുടെ ഒരു പുതിയൊരു നടപടി എന്നാണ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകളും സാമ്പത്തിക വിവരങ്ങളുമൊക്കെ ഇഡി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ലക്ഷ്മി ബാലചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മഹേഷ് ബാബു അഭിനയിക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മഹേഷ് ബാബുവിന് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്.